ഉയർപ്പ് ഏഴാം ചൊവ്വ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഭോഷനായ ധനികൻ. ലൗകിക സമ്പത്ത് ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തോട് അത് ആത്മനാശത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ഏത് കാര്യത്തിലും യേശു തനതായ രീതിയിൽ വ്യക്തമായ ഉത്തരം പറയുന്നത് കണ്ട ഒരാൾ തൻ്റെ പ്രതിസ്വത്ത് ഭാഗിക്കുന്നതിന് ഇടനിലക്കാരനായി വർദ്ധിക്കണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നു. ഭൗതിക സമ്പത്ത് ദൈവം നൽകിയ ദാനമാണെന്നും എന്നാൽ അത് നേരിട്ട് നിത്യജീവിതത്തിലേക്ക് ഉപകരിക്കുകയില്ലാത്തതിനാൽ അതിനെ സ്വർഗീയ സമ്പത്തായി എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്നും ഒരു ഉപമയിലൂടെ യേശു ഉപദേശിക്കുന്നു. അനശ്വരമായ ലൗകിക സമ്പത്തിനോടുള്ള ആർത്തി ഭോഷത്വമാണെന്നും അത് അനശ്വരമായ ജീവന് എതിരാണെന്നുള്ള പാഠം പലതവണ യേശു ആവർത്തിക്കുന്നുണ്ട്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ധനവാനും ലാസറും. ധനികനായ മനുഷ്യൻ. ആവർത്തന വിരസത നമ്മെ ബാധിച്ചിട്ടുണ്ടാകാമെങ്കിലും യേശുവിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായി നാം അതിനെ കാണണം. യുഗാന്ത്യത്തിൽ ദൈവസന്നിധിയിൽ കണക്കെടുപ്പ് നടത്തുമ്പോൾ ദൈവിക സമ്പത്തായിരിക്കും രക്ഷയുടെ മാനദണ്ഡം. അതിനാൽ ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ പരിശ്രമിക്കുക.